എങ്ങനെയാണ് എനിക്ക് 10 ബില്യൺ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുക എന്ന് ഹേക്കാങ് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത്രയും തുകയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന് ലിസാർഡ് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ ലിഫ്റ്റിൽ വന്ന സമയത്ത് അവിടെ അപ്പാർട്ട്മെന്റിലെ ഇലക്ഷൻ നടക്കുന്ന കാര്യമെല്ലാം തന്നെ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ മത്സരിക്കുവാനൊക്കെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ജയിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ 10 ബില്യൺ ഒക്കെ നിഷ്പ്രയാസം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന് ലിസാർഡും പറഞ്ഞു കൊടുക്കുന്നു. ഇൻ കേസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇത്രയും പണമൊന്നും ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിലോ എന്നൊരു ചോദ്യമൊക്കെ ഹേക്കങ്ങ് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ മാനേജ്മെന്റ് ടീമിനെ നേരിട്ട് വിളിച്ചു നോക്ക്. ലോങ് ടൈം റിപ്പയർ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ടൊക്കെ ഉണ്ട്. അതിൽ എത്രത്തോളം പണമുണ്ട് എന്ന് ചോദിക്കുക. അപ്പോൾ തന്നെ കാര്യമൊക്കെ പിടി കിട്ടുമല്ലോ എന്ന് ലിസാർഡും പറയുന്നു. സോ ഇപ്പോൾ ഹേക്കാങ്ങും മാനേജ്മെന്റ് ടീമിനെ കോൾ ചെയ്തിട്ട് എത്ര പണമൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഫണ്ടായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും 17 ബില്യൺ ഉണ്ട് എന്നാണ് അറിയിക്കുന്നത്. സോ അത്രത്തോളം എമൗണ്ട് ഒക്കെ ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും എല്ലാവരും തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു അവസരം നമ്മൾ പാഴാക്കുവാനായിട്ട് പാടില്ല. ഒന്നിച്ചു നിന്നിട്ട് നമ്മൾ ആ പണം കൈക്കലാക്കണമെന്ന് ഹേക്കാങ്ങും അവരോടായിട്ട് പറയുന്നു. ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ തന്നെ മറ്റൊരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഒരു കൂട്ടം അമ്മമാരെ കാണിക്കുകയാണ്. റോയി എന്ന കുട്ടിയുടെ അമ്മയാകട്ടെ ബാക്കിയുള്ള അമ്മമാരുടെ അടുത്ത് നമുക്ക് ഇവിടെയുള്ള സ്ഥലത്ത് കുട്ടികളെ കൊണ്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ ഒരു ഐഡിയ ബാക്കി അമ്മമാർക്കും ഇഷ്ടപ്പെട്ടിട്ട് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ചെടികളും മറ്റൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. പക്ഷേ ഇത് കണ്ടിട്ടുണ്ടായിരുന്ന ജിന്നിന് അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ജിന്നും അതിനെ എതിർത്തൊക്കെ നിൽക്കുന്നു. പക്ഷെ അമ്മമാരും ജിന്നും തമ്മിൽ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നതിനെ തുടർന്ന് ജിന്നും അവിടെ കുട്ടികൾ നട്ടിട്ടുണ്ടായിരുന്ന ചെടികളെല്ലാം തന്നെ വലിച്ചു പറിച്ച് കളയുന്നു. പിന്നീട് അമ്മമാരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ജിന്നിന്റെ ഈ ഒരു പ്രവൃത്തിനെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഈ ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റിൽ ഉടനെ തന്നെ ഒരു ഇലക്ഷനൊക്കെ നടത്തുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കെ ഓരോ ബിൽഡിങ്ങിൽ നിന്നും ഓരോ റെപ്രസെന്റേറ്റീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ബിൽഡിങ്ങിൽ മാത്രം 3000-ഓളം പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഇരിക്കെ അമ്മമാരുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന രീതിക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ തന്നെ നമുക്ക് സെലക്ട് ചെയ്താൽ എന്താണ് എന്നൊരു ചോദ്യമൊക്കെ അവരും പറയുകയാണ്. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് റോയിയുടെ അമ്മേനെയാണ് സെലക്ട് ചെയ്യുന്നത്. എന്ത് തന്നെ ആയാലും റോയിയുടെ അമ്മ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വോട്ട് റോയിയുടെ അമ്മയ്ക്ക് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് അവരും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. നിലവിലെ ആ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് സിയോ എന്നൊരു വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് അയാൾ തന്നെയാണ് പ്രസിഡന്റും. അങ്ങനെ ഇരിക്കുക മാനേജർ വന്നിട്ട് ഇതുപോലെ ഹാരിയുടെ ചേച്ചി ജോലിയൊക്കെ നിർത്തി പോവുകയാണെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സിയോയ്ക്കും ഒരുപാട് ദേഷ്യം തോന്നുന്നു. സോ ഹാരിയുടെ ചേച്ചിനെ വിളിച്ചിട്ട് അയാളും സംസാരിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണ്. പക്ഷേ ഇനിയും ഈ ഒരു വർക്ക് തുടർന്നു പോകുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല. സോ റിസൈൻ ചെയ്യുവാനായിട്ട് എന്നെ അനുവദിക്കണമെന്ന് ഹാരിയുടെ ചേച്ചി പറയുമ്പോഴത്തേക്കും നീ നിന്റെ അനീതിനെ പഠിപ്പിച്ച് ഒരു അഡ്വക്കേറ്റ് ഒക്കെ ആക്കിയതല്ലേ, നീ ഏത് രീതിക്ക് പണമുണ്ടാക്കിയിട്ടാണ് അവളെ പഠിപ്പിച്ചതെന്ന കാര്യമെല്ലാം തന്നെ ഞാനും റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ നീ ജോലി വിട്ട് പോകാത്തതാണ് നിനക്ക് നല്ലതെന്ന് പ്രസിഡന്റും അവളെ വാൺ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജോലി തുടർന്ന് ചെയ്യുവാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്നും മറിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ താൻ ആരോടും പറയുകയില്ല എന്നും അവളും പറയുന്നു. ലിസാർഡ് പണത്തട്ടിപ്പൊക്കെ നടത്തിയെന്ന പേരിൽ ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പക്ഷെ ആരുടെ കയ്യിൽ നിന്നുമാണോ അവൻ പണം തട്ടിയിട്ടുണ്ടായിരുന്നത് അവരാരും തന്നെ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയില്ല എന്നാണ് ലിസാർഡ് പറയുന്നത്. അതായത് ഓരോ വീട്ടിൽ നിന്നും ചെറിയൊരു തുക മാത്രമായിരുന്നു അവൻ മാസം തോറും കൈപ്പറ്റിയതെന്നും അങ്ങനെയാണ് 4 ബില്യൺ അവൻ ഉണ്ടാക്കിയതെന്നും അവൻ തന്നെ പറയുന്നു. അതായത് ഏറ്റവും ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ആരും തന്നെ അത് കാര്യമാക്കുകയില്ല എന്നും അങ്ങനെ 1200-ഓളം വീടുകളിൽ നിന്നും താൻ പണം തട്ടിയത് കൊണ്ടാണ് ഇത്രത്തോളം പണമൊക്കെ താൻ സ്വന്തമാക്കിയതെന്നുമാണ് ലിസാർഡും പറയുന്നത്. സോ എന്താണ് ഈ ലോങ് ടേം റിപ്പയർ ഫണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ ലിസാർഡ് മോർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഓരോ മാസം തോറും ചെറിയൊരു എമൗണ്ട് മാത്രമായിട്ട് ഓരോ വീട്ടുകാരിൽ നിന്നും പിരിച്ചിരിക്കുകയാണ്. അതായത് ഏതൊരു സമയത്താണോ കൂടുതൽ പണത്തിൻ്റെയൊക്കെ ആവശ്യം വരിക ആ ഒരു സമയത്ത് ഉപയോഗപ്പെടുത്തുവാനായിട്ടാണ് ഇങ്ങനെ പണമൊക്കെ സമ്പാദിക്കുന്നത്. നിലവിൽ അത് പിരിച്ച് 17 ബില്യൺ വരെ ആയി നിൽക്കുന്നു. പക്ഷെ സാധാരണഗതിക്ക് അവിടെ താമസിക്കുന്ന ആരും തന്നെ ഈ ഒരു ഫണ്ടിനെ കുറിച്ച് ചോദിക്കാറ് പോലുമില്ല. പലർക്കും അതിൻ്റെ കാര്യം അറിയുക പോലുമില്ല. അങ്ങനെ ഇരിക്കെ ഈ ഒരു പണമൊക്കെ അടിച്ചു മാറ്റുകയാണെങ്കിൽ ആരും അറിയുവാൻ പോകുന്നില്ല എന്ന രീതിക്ക് ലിസാർഡും പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ നിലവിൽ ബിൽഡിങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ഇലക്ഷനിൽ പങ്കെടുത്ത് നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഹേക്കാങ് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ആക്കുവാനായിട്ടുള്ള മത്സരത്തിലും യോഗ്യത നേടുന്നതായിരിക്കും. പിന്നീട് ഹേക്കാങ് പ്രസിഡന്റായിട്ട് മാനേജ്മെന്റിലെ മാനേജറുമായിട്ട് ഒന്നിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ പണമൊക്കെ പെട്ടെന്ന് തന്നെ തട്ടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് ലിസാർഡ് പറഞ്ഞു കൊടുക്കുന്നു.
ഹേക്കാങ്ങും ആ ഒരു പണത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചു നോക്കുന്നു. നിലവിൽ അവരുടെ കയ്യിലുള്ളതും ഇപ്പോൾ കൈക്കലാക്കുവാൻ പോകുന്നതും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 21 ബില്യൺ ആകുന്നതായിരിക്കും. ആ ഒരു പണം കൊണ്ട് അവർക്ക് സിമ്പിളായിട്ട് പാർക്കിനെ ഇറക്കുവാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരെയും സെറ്റിലാക്കുവാനും സാധിക്കും. സോ ഈ ഒരു പണം തനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് എന്നും 3 മാസത്തിനുള്ളിൽ ആ ഒരു പണമൊക്കെ കൈക്കലാക്കിയതിനു ശേഷം വിദേശത്തേക്ക് പോയി അവിടെ സെറ്റിലാക്കാമെന്നും ഹേക്കാങ്ങും തീരുമാനിക്കുകയാണ്. ഹേക്കാങ്ങും താൻ പണമുണ്ടാക്കുവാനായിട്ടുള്ള ഒരു വഴി കണ്ടെത്തി കഴിഞ്ഞുവെന്ന് പാർക്കിനെ വന്ന് കണ്ട് പറയുന്നു. അതായത് നേരത്തെ ഹേക്കാങ്ങിന്റെ അടുത്ത് പാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹേക്കാങ് സ്വന്തം ജീവിതം നോക്കണമെന്നായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ താൻ സ്വന്തം ജീവിതമൊക്കെ നോക്കുകയാണ്. പക്ഷെ തന്റെ സ്വന്തം ജീവിതത്തിൽ പാർക്കില്ലാതെ തനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പാർക്കിനെ ഇറക്കുവാനായിട്ടും താൻ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നും എത്രയും വേഗം റെഡിയായി ഇരിക്കുവാനായിട്ടും ഹേക്കാങ്ങും പാർക്കിനോട് പറയുന്നു. ഹേക്കാങ് പണ്ട് പാർക്കിന്റെ കൂടെ കുറച്ചു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാകട്ടെ ഹേക്കാങ്ങിന്റെ അച്ഛനും മരണപ്പെട്ടു പോയി. അങ്ങനെയിരിക്കെ ഹേക്കാങ്ങിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഹേക്കാങ്ങിനെ അന്വേഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നീ എന്റേതാണെന്ന് പറയുവാനായിട്ടായിരുന്നു ഞാൻ ഈ എഗ്രിമെന്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് പാർക്ക് പറയുന്നത്. അതായത് പണ്ട് പാർക്കിന്റെ അടുത്ത് നിന്നും അച്ഛൻ കടമൊക്കെ മേടിച്ച സമയത്ത് ഹേക്കാങ്ങിനെ വെച്ചിട്ടായിരുന്നല്ലോ ആ ഒരു പണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സോ നിന്റെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ ഇനി ഇതിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു എഗ്രിമെന്റ് കത്തിച്ച് കളഞ്ഞ പാർക്കും ഹേക്കാങ്ങിനോട് അവന് ഇഷ്ടമുള്ള ജോലി എന്താന്ന് വെച്ചാൽ അത് ചെയ്തോ എന്നും അവന്റെ ഡ്രീമിന്റെ പിന്നാലെ പൊയ്ക്കോളുവാനും പറയുന്നു. പക്ഷെ പാർക്കിനെ വിട്ടു പോകുവാനായിട്ട് ഹേക്കാങ് തയ്യാറായിരുന്നില്ല. ഇനിയും പാർക്കിന്റെ കൂടെ തന്നെ ഇരിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഹേക്കാങ്ങും തുറന്നു പറയുന്നു. ട്രൂ വാലി അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ തന്റെ കാറ് അലക്ഷ്യമായിട്ടൊക്കെ പാർക്ക് ചെയ്യുകയാണ്. ആ പാർക്ക് ചെയ്തത് കാരണം മറ്റൊരു വണ്ടിക്കും അതുവഴി വരുവാനായിട്ട് പോലും സാധിക്കുന്നില്ല. സോ ഒരുപാട് ആൾക്കാർ അവനോട് കാറൊക്കെ മാറ്റി പാർക്ക് ചെയ്യുവാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും തന്നെ സമ്മതിക്കാതെ അവരുമായിട്ട് വഴക്കുണ്ടാക്കിയൊക്കെ നിൽക്കുകയാണ്. ഈ ഒരു കാഴ്ച ഹേക്കങ്ങും കാണുന്നു. ജിൻ പോലും അവന്റെ അടുത്ത് കാറ് മാറ്റുവാനായിട്ട് പറയുന്നുണ്ടെങ്കിലും പോലീസിനെ വിളിക്കുമെന്ന് അറിയിക്കുന്നുണ്ടെങ്കിലും അവൻ കാറ് മാറ്റുവാനായിട്ട് തയ്യാറായിരുന്നില്ല. ഹേക്കാങ്ങും അവന്റെ കാർ വെച്ചിട്ട് ഈ തടസ്സമായി നിന്ന കാറിനിട്ട് ഒരു ഇടിയൊക്കെ ഇടിക്കുകയാണ്. അതിൽ തന്നെ ആ കാറിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറ്റുന്നു. കൂടാതെ അത് കണ്ടിട്ടുണ്ടായിരുന്ന കാറിന്റെ ഓണറും ഇപ്പോൾ ഹേക്കാങ്ങിന്റെ അടുത്ത് വളരെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുകയാണ്. മാത്രമല്ല ഹേക്കാങ് ഒന്നും ചെയ്യാതെയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അയാളും വഴിയിൽ കിടന്നിട്ട് ഇനി ഒരു വണ്ടീനെ പോലും ഇതിലേക്ക് ഞാൻ കടത്തി വിടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വാശി പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ലിയാകട്ടെ നേരെ വന്നിട്ട് ഈ ഒരു കാറിന്റെ മുകളിലായിട്ട് ലിയുടെ പേരൊക്കെ എഴുതി വെക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഈ കാർ നശിപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ട് തന്നെ കാറിന് റിപ്പയർ ചെയ്യുവാനായിട്ട് എത്രത്തോളം പണം ആവശ്യമുണ്ടോ അത് തരുവാനായിട്ട് താൻ തയ്യാറാണെന്ന് ലിയും പറയുന്നു. അത് കൂടാതെ നീ ഇവിടെ കാർ അലക്ഷ്യമായിട്ട് പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ എന്റെ കമ്പനിയിൽ തന്നെ 12ഓളം അഡ്വക്കേറ്റ്സ് ഉണ്ട്. സോ അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ ആയിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക എന്ന് കൂടി ലീ പറയുന്നു. എന്തായാലും അത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കാറിന്റെ ഓണറും അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. കൂടാതെ ലീയും ഇതുപോലെ ഹേക്കാങ്ങിന്റെ കാറിനും കൂടി പ്രശ്നമൊക്കെ പറ്റിയത് കൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്ത് തരുവാനായിട്ടും താൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. സോ ഇപ്പോൾ ലീയും ഹേക്കാങ്ങും പരിചയപ്പെടുകയാണ്. എന്തായാലും അവിടെ താമസിച്ച എല്ലാവർക്കും ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് ഹേക്കാങ്ങിനെ ലീനെ സപ്പോർട്ട് ചെയ്ത് കൈയൊക്കെ അടിക്കുന്നു.